ഓൺലൈനിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെയാണ്. ഓൺലൈൻ മീഡിയയോട് പറയുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നവർക്കാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടന്റ് വേണമല്ലോ. നിങ്ങളാരെയും ഞാൻ കുറ്റം പറയില്ല, കണ്ടന്റ് ഇട്ടുമ്പോഴത് ഉപയോഗിക്കും. പക്ഷെ അതിൻ്റെ ഒരു സത്യാവസ്ഥ, ഓൺലൈൻ പ്രവർത്തകർ എൻ്റെ ഒരു സത്യാവസ്ഥ എന്താ, അതിൻ്റെ ശുദ്ധമായിട്ടുള്ളത് ആരെക്കുറിച്ചാണ് ആരോപിക്കുന്നത് അവരുടെ അടുത്ത് നേരിട്ടും ചോദിക്കണം. പക്ഷെ ആരോട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ വന്നേനെ. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അതാണല്ലോ, എന്തായിരിക്കും വരുന്നത്, എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല ഇതിൻ്റെ റിസൾട്ടായിട്ട് വരിക. അല്പം മദ്യം ബോധത്തോട് നിർത്തുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എത്ര കുപ്പിയാന്ന് പറഞ്ഞിട്ടില്ല, ആർക്കും എന്തും പറയാം. അതുപോലെ ഓരോ കാര്യങ്ങൾ അങ്ങനെ തെറ്റായിട്ട് വരുന്നതിൻ്റെ പ്രശ്നങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രത്യേകിച്ചറിയാം, ഞാൻ ഒരാളെ തേജാവധം ചെയ്യുന്ന രീതിയിലും വേദനിപ്പിക്കുന്ന രീതിയിലും എൻ്റെ പ്രോഗ്രാംസ് ആണെങ്കിലും എല്ലാവരും ചിരിക്കുന്ന മുഖമായിട്ടാണ് ഞാൻ പറഞ്ഞുവിടാറ്. ഒരു മരിച്ച ഒരു ഗോഡ് ഓഫ് മലയാള സിനിമയെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ടേ? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾക്കറിയാം, ഞാനൊരു ക്രിമിനൽ കേസിലെ പ്രതിയൊന്നുമല്ല, ദേശദ്രോഹം ചെയ്തിട്ടൊന്നുമില്ല, ഒരു പീഡന കേസിലെ പ്രതിയല്ല, ഒരു പെൺപിള്ളേർ ഞാൻ ശല്യം ചെയ്ത് കൊണ്ട് പോലും ശല്യം ചെയ്തിട്ടില്ല. പിന്നെന്തൊക്കെ കേസുകൾ? മയക്കുമരുന്ന് കേസിലെ പ്രതിയല്ല, പോക്സോ കേസിലെ പ്രതിയല്ല. ഒരു എരിവും പുളിയും കൂട്ടുന്ന നാവൊന്ന് തെറ്റിപ്പോയി. അത് നമ്മുടെ ഗുരു തുല്യരായിട്ടുള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ വിശ്വസിച്ച് വേണം. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടൊന്നും നമ്മൾ വിശ്വസിക്കും. നമ്മൾ ഓരോരുത്തരെ കുറിച്ച്, സീനിയേഴ്സിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ കേട്ടിങ്ങനെ ഇരിക്കും. ഇപ്പോൾ മധു സാറിൻ്റെ എൻ്റെ ഇൻസ്റ്റയിൽ തന്നെ അറിയാം, മധു സാറായിട്ടിരിക്കുന്ന ഫോട്ടോ. അവരുടെ സിനിമകൾ കണ്ടു വളർന്നിട്ടുള്ള ആൾക്കാർ, നമ്മുടെ കാർന്നോന്മാരെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. സത്യമാഷിൻ്റെ മകനായിട്ട് നല്ല ബന്ധം, നസീർ സാറിൻ്റെ മകനായിട്ട് നല്ല ബന്ധം. പക്ഷെ നമ്മൾ വളരുമ്പോൾ നമുക്ക് ചില ശത്രുക്കളുണ്ടാവും. നമ്മൾ ഉപദ്രവിക്കണമെന്നില്ല, പക്ഷെ അവർ അത് വളച്ചൊടിച്ച് വൈരാഗ്യമുണ്ട്. പക്ഷെ എന്നെ നശിപ്പിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ. എത്രയൊക്കെ ആക്രമണം വന്നാലും ദൈവം നമ്മളെന്തായാലും നശിപ്പിക്കില്ല. അപ്പം ഞാൻ കള്ളുപിടിച്ച് നശിക്കാമെന്ന് വിചാരിച്ചാൽ നശിക്കും. പക്ഷെ ഞാൻ നശിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ഫൈറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാനിപ്പോൾ എത്രയോ പ്രശ്നങ്ങൾ വന്നിട്ട്, ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് പല കാര്യങ്ങളും പറയുന്ന ഒരാളാണ്. സാധാരണ ഇങ്ങനെ തെറി വിളിയും മറ്റൊന്നും വരുമ്പോൾ ഇതൊക്കെ ബ്ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ പോകും. ഞാനത് തുറന്നു വെച്ചിരിക്കുകയാണ്. കമൻസ് തെറി പറയുന്ന അത്രയും പറഞ്ഞോട്ടെ, തൃപ്തിയാണ്. പാപം ചെയ്യാത്തവരെല്ലാം കല്ലെറിഞ്ഞോട്ടെ. ഇൻസ്റ്റയും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, പറയാവുന്നവരൊക്കെ പറഞ്ഞോട്ടെ. എന്തായാലും സത്യം നന്മ അവസാനം വിജയിക്കും. നമ്മളെ വേറെ രീതിയിലാക്കാൻ 1-2 പേര് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചാൽ, അതാണ് ഞാൻ പറയുന്നത്. വീണ്ടും എത്തുന്നത് അങ്ങനെയില്ല. എത്രയോ സിനിമാ താരങ്ങളുണ്ട്, പക്ഷെ അവരൊന്നും എന്നെ തള്ളി പറയാഞ്ഞത് എന്നെ അടുത്തറിയാവുന്നതാണ്. 1, 2, 3 വ്യക്തികൾ പറഞ്ഞത് അവർക്ക് എന്നോട് വ്യക്തിപരമായിട്ട് വൈരാഗ്യമോ വഴക്കോ. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച ശുദ്ധി എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കുകയോ വിളിച്ചു ചോദിക്കുകയൊന്നും ചെയ്തില്ല. ഓക്കെ.